ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. 2020 ഓണം ഒരു പ്രത്യേകത ഉള്ള ഓണമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചെറിയൊരു വിഷമം കൂടി ഉള്ള ഓണമാണ്. കാരണം നമ്മൾ എല്ലാ ഓണം അടിച്ച് പൊളിച്ച് ഭയങ്കര നല്ല രീതിയിലേക്ക് ആഘോഷിക്കുന്ന ആണ് എല്ലാ പ്രാവശ്യവും. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഇന്റർനെറ്റ് ഓണം സെലിബ്രേഷനാണ് കൂടുതൽ നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഓണത്തിന് ബന്ധപ്പെട്ടിട്ട്. അതായത് ഒരു വെറൈറ്റി പായസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞു നിൽക്കല്ല. അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും നമ്മളെ ഓക്സിഡേഴ്സ് ചാനലിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ അങ്ങ് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതെന്തായാലും ഓണായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ മാറ്റി നമ്മളിതിലേക്ക് വരാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓക്സിഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഒരു പായസമാണ്. അതായത് എന്തായാലും പറയാം, ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പറയാം, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ പായസം. അതായത് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എന്താണിത് ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കാം. കാരണം കുറേ ആലോചിച്ച് അതായത് എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ, ഓണായിട്ട് എല്ലാവരും ചെയ്യണ പോലെ സാധാരണ ഒരു പായസം ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചപ്പോഴാണ് നമുക്കൊരു ഇങ്ങനെ ഒരു ഐഡിയ വന്നത്, ചിക്കൻ പായസം എന്നുള്ളൊരു വെറൈറ്റി കണ്ടന്റ് കിട്ടിയത്. അപ്പോൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നമ്മളൊരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. വിജയിക്കോ ഇല്ലെന്ന് അറിയില്ല. നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അതായത് കുടിച്ചു നോക്കിയിട്ട് നല്ലതാണോ അല്ലെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയണത് പോലും നിങ്ങൾക്ക് ഇനി കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണക്കാട്ട് മുമ്പ് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുകയാണ്. അതായത് അടുത്ത മാസം മുതൽ ഒക്ടോബർ 31 വരെ ഗിവ് അവേ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഗിവ് അവേ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു കമൻറ്റെങ്കിലും ഇടാം. കൂടുതൽ വിജയിക്കാനുള്ള സാധ്യത കൂടണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും കുറേ ഇടാം. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലൊരു വീഡിയോ, അതായത് ഈ ഒരു 2 മാസത്തിനിടയിൽ ഏതെങ്കിലൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലേറ്റവും കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞ സൈറ്റ് വെച്ചിട്ട് അതിൽ നിന്നൊരു വിന്നറെ സെലക്ട് ചെയ്യും. എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക, ഏറ്റവും കുറഞ്ഞത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുക, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവുക, റിയൽ ജാസ് എന്ന് പറഞ്ഞ അക്കൗണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. അത്രയും 4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഗിവ് അവേ പങ്കെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗിവ് അവേ വിന്നർ നിങ്ങൾക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞ സൈറ്റ് വെച്ച് എടുക്കുമ്പോൾ വീഡിയോ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഒട്ടും അടിച്ച് കളയാതെ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതിപ്പോൾ എങ്ങനെയോ നോക്കിയപ്പോൾ ഒരു ഇതിൽ നിന്ന് ഒരാൾ പറഞ്ഞു തന്നാണ് ഇങ്ങനൊരു ട്രിക്കല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അധികം ഇനിയൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള വീഡിയോനെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം, ചിക്കൻ പായസം സെറ്റാക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇതേ കാണിച്ചു തരാം. ചെറിയൊരു പീസായിട്ട് എടുത്തേക്കണം നമ്മളെ പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതാണല്ലോ മെയിൻ ഐറ്റം, ചിക്കൻ പായസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേ കണ്ട ചെറിയൊരു പീസായിട്ട് കുഞ്ഞ് ഇതിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ചെറിയ കഷ്ണം എടുത്തേക്കണത്. നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ട ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞ് പീസുകളാക്കിയിട്ട് കുറച്ചെടുക്കുക. കണ്ട ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലേക്ക് മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് തേൻ, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ തേൻ എടുക്കുന്നുണ്ട്. ചെറുതേനായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് സാധാ തേനാണ്. അപ്പോൾ കുറച്ച് എടുക്കുക, 4 ടേബിൾ സ്പൂൺ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തേൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് തേൻ കുടിച്ചു നോക്കണം. അപ്പോൾ തേനൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ എള്ളെടുത്തുണ്ട്. അതായത് കറുത്ത എള്ള് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് കറുത്ത എള്ളെടുത്തുണ്ട്. അതുപോലെ ഇത് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ കറുത്ത എള്ള് കുറച്ച് എടുത്തിട്ട്, അതായത് 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് മിക്സാക്കി കൊടുക്കുക. എല്ലായിടത്തും ചിക്കൻ്റെ എല്ലായിടത്തും തേനാവണ രീതിയിൽ. ഓ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എള്ള് വന്നപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് നമ്മൾ ചിക്കനും എള്ളും തേനും കൂടി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അധികം തണക്കണ്ട, എന്നാലും കട്ടാവണ്ട, അതായത് ഒരുവിധം തണക്കേണ്ട രീതിയിൽ നമുക്ക് ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്യാം.
അപ്പൊ നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ എടുത്ത പഴം വാട്ടാനായിട്ടുള്ള അത്ര മതി. ചൂടായപ്പോ തന്നെ അത് അങ്ങോട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നെയ്യൊന്ന് ജസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പഴം ഇടാം. ഗീസപ്പതേ നമ്മ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതായത് 2 പാക്കറ്റ് ഒഴിച്ചിട്ടുണ്ട്. മൊത്തം 1.5 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പൊ ഇപ്പൊ 2 പാക്കറ്റ് ഒഴിച്ചിട്ടുണ്ട്. അതായത് 500 ml ഇനി ഒരു പാക്കറ്റും കൂടി നമുക്ക് പൊട്ടിച്ച് വെച്ചാൽ സെറ്റ് ആവും. ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ചപ്പോ ഒരു പാക്കറ്റും കൂടി നമ്മൾ ഒഴിക്കേണ്ട കേട്ടാ. ഗീസപ്പതേ പാല് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗീസപ്പതേ പഴം ഇത്രയും മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇതിലൊരു അരി ഇടുന്നുണ്ട്. അതായത് സാബൂനരി എന്നാണ് സാധാരണ ഒട്ടുമിക്ക എല്ലാ പായസത്തിലും ഇടും. അപ്പോൾ ഇതിൽ നമ്മൾ സാബൂനരി എന്ന് പറഞ്ഞ അരി ഇടുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധർമാക്കോളിൻ്റെ ബോൾസ് ഇല്ലേ, അതുപോലെയാണ് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. സാധാരണ ഒരു അരി പോലെ അല്ല, കണ്ടാ ധർമാക്കോളിൻ്റെ ബോൾസ് പോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പഴം നേരത്തെ വാട്ടി വെച്ചേർന്ന് അതൊന്നും നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൊടിച്ചത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 2 പിടി അരി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സാബൂനരി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ 20 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേർന്ന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചേർന്ന് 20 മിനിറ്റ് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കേട്ടെ, അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സെറ്റ് ആവണൊരു അപ്പോൾ നമ്മളെ ചിക്കൻ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പം ആ ഒരു ടൈമിലാണ് നമുക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നൈസായിട്ട് ഒഴിച്ചു കൊടുക്കാം. മതിയായിരിക്കും, ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും ഇപ്പോഴും നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കണ്ടോന്ന് കൂടി. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിൽ. അപ്പോൾ ഒന്നിച്ചിടാം. എന്നിട്ട് 2 കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഇടാം. ഇതും കൂടി ഉള്ളൂ ലാസ്റ്റ് പരിപാടിയാണ്, ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാ. നല്ല കട്ടിയിലായിട്ടുണ്ട് കണ്ടാ. നമ്മളെ ചിക്കനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചിക്കൻ പീസുകളിനത് നമ്മളെ 3 കൂട്ടുകാരന്മാരും വന്നിട്ടുണ്ട്. ഇത് സിയാൻ, ഇതിനുള്ള മുമ്പത്തെ ചില വീഡിയോസിലേക്ക് വന്നിട്ടുണ്ട്. നടുക്കുള്ളത് അരുൺ, അതും ചില വീഡിയോസിലേക്ക് വന്നിട്ടുണ്ട്. അവനധികം വീഡിയോസ് വന്നല്ലോ, ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളൂ, ലിഖിൽ രാജ്. അപ്പോൾ ഇവർ 3 പേരും ടേസ്റ്റ് നോക്കാൻ പോണത് നമുക്ക് കൊടുത്തു നോക്കാം. അതായത് ക്യാമറയുടെ മുമ്പിൽ എന്ത് പറയണം വലിയതായിട്ട് എന്നാലും അത്രയും കൂടി ഇല്ല എന്ത് പറഞ്ഞണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. എന്നാലും നമുക്ക് കൊടുത്തിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സാധാരണ രീതിയിൽ പറയുള്ളവർ. അപ്പോൾ കൊടുത്തു നോക്കാം. ആദ്യമായിട്ടാണ് അവർ മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇവർ പറയുമ്പോൾ എന്തെങ്കിലും ഇതളൊക്കെ ഉണ്ടാവും. കാരണം ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ പറയണമെന്നൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അത് ക്ഷമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കൊടുത്തു നോക്കാം. ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനും കൂടി അവിടെ നിന്നിട്ട് ടേസ്റ്റ് നോക്കണം കേട്ടാ. പായസം നേരത്തെ കണ്ടല്ലോ, ഇനി കുടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടാ എങ്ങനെയുണ്ടെന്നുള്ള ചോദിക്കാം അവരോട്. ഒരാൾ കൊടുത്തിട്ടുണ്ട്, കുടിച്ചു നോക്കിയില്ല. എല്ലാവരും കുടിച്ചിട്ട് കുടിക്കാം. യസപ്പതേ നന്നായിട്ട് ഇളക്കി കാണിച്ചാട്ടാ. നമ്മളെ പീസുകളൊക്കെ നോക്കിയേ കറക്റ്റായൊരു നല്ലൊരു കട്ടിയിൽ വന്നിട്ടുണ്ട്. അമ്മ ലൂസാവുന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല ശരിക്കും പായസത്തിനെക്കാട്ടും കുറച്ചും കൂടി കട്ടിയിൽ വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. ഗ്ലാസ് വന്നടാ. എല്ലാവർക്കും ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, വേറെ പയ്യെ കുടിക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ എന്തായാലും എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് പറയാം. എല്ലാവരും കുടിച്ചോ. ഇത്
ഇതേ അതിന് പീസുകള് ചിക്കൻ്റെ പീസുകള് നമുക്ക് കറക്റ്റ് കടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നത്. ഇത് കറക്റ്റായിട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. കാരണം നമ്മൾ പൊരിച്ച ചിക്കനൊക്കെ തിന്നുമ്പോൾ കറക്റ്റായിട്ട് ഇത് പോകില്ല. അതിലും സ്മൂത്തായിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നുണ്ട്. അല്ല ചിക്കൻ്റെ പൊരിച്ച ടേസ്റ്റ് അല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഇന്നിപ്പോ നാളെ തിരുവോണം, അതിന്റെ തലേ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം. മാക്സിമം എല്ലാവരും ധൈര്യപ്പെട്ടുണ്ടായിക്കോ, സംഭവം ഒരു രക്ഷയില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയും ആരോട് പറയും, എന്നോടല്ല ആരോട്. അടിപൊളിയായിട്ടുണ്ട്, പോലെ എന്ത് പറയണത് ഒരു പിടുത്തില്ല. ഏകദേശം ഒരു ഇതൊക്കെ വെച്ച് പറയണമെന്നുള്ളൂ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ ധൈര്യപ്പെട്ട് ആർക്കും ഉണ്ടാക്കാം. കറക്റ്റ് ഇതുപോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ 100% ഉണ്ടാക്കാം. കാരണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അലമ്പായി കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞെന്താണെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും ഓണത്തിനുണ്ടായിക്കോ. കുറച്ച് കോസ്റ്റ് കൂടുതലെന്നുള്ളൂ, സാധാരണ പായസത്തിനെക്കാട്ട് കുറച്ച് കോസ്റ്റ് കൂടുതലെന്നുള്ളൂ. ചിക്കൻ ഉള്ളാനോട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പായസം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫുള്ള് കുടിച്ച് കഴിഞ്ഞ്, അതുപോലെ തന്നെ അവന്മാരും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം നല്ല ലോങ്ങിലാണ് ക്യാമറ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടി ചോദിച്ചു നോക്കാം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് സാധാരണ പായസത്തിനെക്കാട്ടും ഡബിൾ സ്ട്രോങ് എന്നൊക്കെ പറയാം. കാരണം സാധാരണ പായസം നമുക്ക് ടേസ്റ്റിന് ഒരു രസത്തിനൊക്കെ കുടിക്കാന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാനല്ല. ചിക്കൻ ഉള്ളാരോ നിങ്ങൾക്കറിയാം, ചിക്കൻ ഉള്ളാരും തന്നെ നമുക്ക് വിഷപ്പും കിടും. ഇത് കുടിക്കണപ്പോൾ വിഷപ്പും കിടും. നല്ലൊരു ഇതാണ്, വെറൈറ്റി ആണ്. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 100% ഉറപ്പാണ്. എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഓണത്തിനുള്ളിൽ എല്ലാവരും അറിയട്ടെ, പറ്റുന്നവരൊക്കെ ഇത് ഉണ്ടാക്കട്ടെ. മാക്സിമം കേരളത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് ഭയങ്കര സപ്പോർട്ട് ചെയ്യാം. പായസമല്ല എല്ലാവരും പിടിക്കട്ടെ, അടിപൊളിയാക്കട്ടെ. അപ്പോൾ ഇനി ഓരോരുത്തരുള്ള അഭിപ്രായം ചോദിക്കാം. ഫസ്റ്റ് നീ പറഞ്ഞോ, കുറച്ച് പൊക്കി അടിച്ചു പറയില്ല. നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ തോന്നിയ പറഞ്ഞോ, എനിക്ക് എന്താണ് തോന്നിയത് പറഞ്ഞോ. നല്ല വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതുവരെ കേൾക്കാത്ത സംഭവമായിരുന്നു. നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു കുടിച്ചപ്പോൾ തന്നെ. അത്രേ ഉള്ളൂ, അവർക്ക് അത്രേ ഉള്ളൂ. ഇനി അടുത്ത ആള് പറഞ്ഞോ. നമ്മളെ ചക്കര ഉണ്ടാക്കേണ്ട പറയില്ല, സാധനം ഇവിടെ സാധനമാണ്. ഇനി ലാസ്റ്റുള്ള അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ്? അടിപൊളി സാധനമാണ്, നല്ല രസമുണ്ടായി. നല്ല വെറൈറ്റി പേരൊക്കെ നല്ല വെറൈറ്റി പേരാണ് ഇറച്ചി എല്ലാവരും കേട്ടല്ലോ. അപ്പൊ നമ്മൾ ഈ പായസത്തിന്റെ പേര് ഒഫീഷ്യലായിട്ട് ചിക്കൻ പായസം എന്നാണ്. മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോനെ കുറിച്ച് എന്തായാലും അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാരണം വെറൈറ്റി കണ്ടന്റ് ആയതുകൊണ്ട് പല ടെൻഷൻ ഉണ്ട്, വിജയിക്കില്ല എന്നുള്ളത്. നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. 4 കണ്ടീഷൻ എന്നുള്ളത് ഒരു കമന്റ് ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിയൽ ജാസ് ഫോളോ ചെയ്യുക. അത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് ഗീവ് അവേ പങ്കെടുക്കാം. അപ്പോൾ TV അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അതായത് 32 ഇഞ്ച് LED TV ആണ് നമുക്ക് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതിലേതെങ്കിലും വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗീവ് അവേ പങ്കെടുക്കുക, അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും എൻ്റെയും യുവമാരെയും നിറഞ്ഞ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല വീഡിയോ വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ signing out. Tada.